1943 മുതലാണ് ഡീക്കൻ മെഡല് നായകൾക്ക് അവാർഡ് ചെയ്യാൻ തുടങ്ങിയത്. യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നായകൾക്കുള്ള പരമോന്നത ബഹുമതിയാണ് ഡീക്കൻ മെഡൽ. ബ്രിട്ടീഷ് ആർമിയിലെ ഏറ്റവും ധീരനായ സോൾജറിന് ലഭിക്കുന്ന വിക്ടോറിയ ക്രോസിന്റെ ആനിമൽ വേർഷനാണ് ഈ ഡീക്കൻ മെഡൽ. US ആണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത നായകൾക്ക് ടെക്സസിലെ ഒരു നാഷണൽ മോണുമെന്റ് തന്നെ പണിതിട്ടുമുണ്ട്. പണ്ട് നായകളെ മിലിറ്ററിയിൽ ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരുടെ സർവീസ് പീരീഡിന് ശേഷം അവരെ മേഴ്സി കിൽ ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ എത്തിക്കൽ കൺസേൺസ് ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ മിക്കപ്പോഴും ഹാൻഡ്ലേഴ്സിനെയോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നായകളെ കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. എത്തിക്കൽ കൺസേൺസ് ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ നായകൾക്ക് ഒരു ബെറ്റർ റിട്ടയർമെന്റ് പ്ലാനും സമാധാനപ്രദമായ റിട്ടയർമെന്റ് ജീവിതവും ഉണ്ട്. മാത്രമല്ല, യുദ്ധത്തിൽ ഇറങ്ങുന്ന നായകൾക്ക് ഇൻഫ്രാറെഡ് ക്യാമറകളും ബാലിസ്റ്റിക് വെസ്റ്റുകളും തുടങ്ങിയ സുരക്ഷാ കവചങ്ങളൊക്കെ കൊടുക്കാറുമുണ്ട്.